ഹലോ ഗായ്സ്, 2 ദിവസം മുന്നേ ഞാനിട്ട കസാവ ഫുഫുവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അതിൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെയാണെന്ന് ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെറിയൊരു കഷ്ണം മാത്രമേ എടുത്തുള്ളൂ, സാമ്പിൾ ആയതുകൊണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച മരച്ചീനി നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി, എന്നിട്ട് അതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടി കലക്കി ഒഴിച്ചിട്ടോ. ബാക്കി ഉണ്ടായിരുന്നു അതിൽ പിന്നെ കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടുവയ്ക്കുക. നമ്മൾ സ്ലോ കുക്കാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസിലൊക്കെ കണ്ട സ്ലോ കുക്കാണ്, സിമ്മിലിട്ടിട്ട്. പക്ഷേ എൻ്റെ ഗ്യാസ് തീർന്നുകൊണ്ട് ഞാൻ ഇൻഡക്ഷൻ ബേസിൽ വെച്ച് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇത് ഇളക്കിയത്. ഇത് സത്യം പറഞ്ഞാൽ വിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ സ്ട്രെയിൻ പ്രയോഗിക്കണം, കാരണം അത് കുറച്ചിങ്ങനെ കട്ടിയായി വരും. പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുകൂടി വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെന്നാണ് തോന്നിയത്. കാരണം അങ്ങനെ വീഡിയോസിലൊന്നും കാണുന്ന പോലെ അങ്ങനെ അങ്ങ് ഫേമായിട്ട് വിട്ടു വന്നിട്ടൊന്നുമില്ല. അതായത് ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെയാണ് ഞാനിത് ഓഫ് ചെയ്തിട്ട്, സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ പ്ലേറ്റിങ് ചെയ്തത്. ഏകദേശം പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇതിലേക്ക് കൂട്ടാനായിട്ട് ചിക്കൻ കറി ആണല്ലോ കോമ്പിനേഷൻ, ഒരു സ്പൈസി ചിക്കൻ കറി. അങ്ങനെ ഞാനൊന്ന് ഉണ്ടാക്കിയ ഇങ്ങനെ സ്പൈസി ചിക്കൻ കറീൻ്റെ റെസിപ്പി കൂടി വളരെ വേഗത്തിലൊന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ മാത്രം, ഇതിലേക്ക് വേണ്ടി മാത്രം കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതുപോലെ എല്ലാം ചേർത്ത് നല്ലതുപോലെ കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഒരു ഹാർഡിലൊരു 10 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ എന്നിട്ട് ഇൻഡക്ഷൻ ബേസിലേക്ക് കുക്കർ വെച്ച് ഞാൻ കുക്കറിൽ ജസ്റ്റ് വിസിലടിപ്പിക്കാമെന്ന് വെച്ചു, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, അങ്ങനെ കൊച്ചുള്ളി എല്ലാം കൂടി നല്ലതുപോലെ ഫൈനായിട്ട് അരിഞ്ഞത് അതിലിട്ട് നല്ലതുപോലെ ഇളക്കി. ഒരു ചെറിയ കഷ്ണം പൊട്ടറ്റോ കൂടി ഇടുന്നുണ്ട്. ഞാൻ ക്യാരറ്റൊക്കെ ഇടാൻ വിചാരിച്ചിരുന്നു. അതിലൊക്കെ കാണും വെജിറ്റബിൾസും കൂടി ചിക്കൻ കറിയിൽ ഇടുന്ന കാണാറുണ്ട്. പക്ഷെ അതിന് ഞാൻ മുതിർന്നില്ല, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടു. പിന്നെ തക്കാളി ഇട്ട് നല്ലതുപോലെ സ്റ്റെയർ ചെയ്തു കേട്ടോ. നല്ല വഴന്നിങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ചിക്കൻ മസാല ഇട്ടു. പിന്നെ ഒരു നുള്ളു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. കാരണം ചിക്കനിൽ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഈ ചിക്കൻ മസാല കുറച്ച് സ്പൈസിയാണ്, അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. വീട്ടിൽ പൊടിച്ച മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് എല്ലാം കൂടി ആക്കിയിട്ട് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് അത് നല്ലതുപോലെ ഇളക്കിയിട്ട് കുക്കറിൽ 2-3 വിസിലടിപ്പിച്ചപ്പോൾ കറി റെഡി. എന്നിട്ട് ഞാനത് നേരെ പ്ലേറ്റ് ചെയ്തു. വളരെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. കാണുന്ന മാതിരി ചൂടോടെ കഴിക്കണ്ട കേട്ടോ, തണുത്തിട്ട് കഴിച്ചാൽ മതി.